ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചാണ്. ഞമ്മക്ക് സുഖം തന്നെ അൽഹംദുലില്ലാ. പറമ്പിൽ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇങ്ങോട്ട് പോരി ഇത് കാണാൻ വേണ്ടിയിട്ടോ. നോക്കിയാണ് നല്ല ചൂടല്ലപ്പം. ഈ ചൂടിന് നമ്മളെ ശരീരവും മനസ്സും ഒക്കെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റാട്ടത്. ഇതിൽ കറുത്തെന്തോന്ന് പൊന്തിക്കണം നിങ്ങൾ കാണുന്നില്ലേ? അത് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെയാളെ, അത് ഏലക്കായൻ്റെ കുരുവാണ്, ഒന്നുമല്ല. അപ്പോൾ ഇതാ നല്ല നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടുമില്ല, നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചുണ്ടാക്കുന്ന ഒരു നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചുട്ട് പൊള്ളില്ലപ്പം. അപ്പോൾ ചുട്ട് പൊള്ളുന്ന സമയത്ത് ഒന്നും മനസ്സും ശരീരം ഒക്കെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ തിന്നിങ്ങനെ നിൽക്കുമ്പം ഇതിങ്ങനെ എടുത്ത് കുടിക്കാം, നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ വേണ്ടി എല്ലാവരും ഇങ്ങോട്ട് കൂടി, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളെ പറമ്പിൽ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം മക്കളെ, നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിടുക. ഇതിലേക്ക് ലേസം നെജ്ജും ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് എന്താ നിങ്ങൾക്കറിയോ? ഈ നെയ്യ് ഇങ്ങോട്ട് ചൂടായി ഇങ്ങോട്ട് വരുമ്പം നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഈ പാത്രത്തിന് ഒരു പാത്രം നമ്മൾ റവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ചെറിയൊരു പാത്രം ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ നെയ്യിൽ നമ്മളിത് നല്ലോണം ഇങ്ങോട്ട് വറുത്തെടുക്കണം കേട്ടോ. റവ കരിയാൻ പാടില്ല. അപ്പോൾ സിമ്മിലൊക്കെ ആക്കി വെച്ചിട്ട് വേണം ഇത് വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കരിയാതെ നല്ലോണം ഇങ്ങോട്ട് വറുത്തെടുക്കട്ടോ. നിങ്ങൾക്ക് റവയും പാലും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒട്ടും അമാന്തിച്ച് നിൽക്കണ്ട, വേഗം ഉണ്ടാക്കിക്കൂടി, നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ലേശം പാല് പാർന്ന് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങോട്ടൊക്കെ ഇളക്കി നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ പാലില്ലെങ്കിൽ ഇത് പച്ചവെള്ളത്തിലും വേവിച്ച് എടുക്കാം കേട്ടോ. പക്ഷെ എന്നാൽ പാലിൽ വേവിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പച്ചവെള്ളത്തിലാവുമ്പോഴേ. അപ്പോൾ പാല് കുറച്ചുള്ളൂ ഇത് ഉണ്ടാക്കാമില്ലാന്നുള്ളവർക്ക് പച്ചവെള്ളത്തിൽ റവട്ട് വേവിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഇനി ചൂടാറട്ടെ. ഇത് പെരും ചൂടാണ്. ചൂടാറിയിട്ടാണ് നമുക്കിത് ഉരുട്ടി ചെറിയ ഉരുളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഉരുളാക്കി എടുത്തിന് ഒരു 8-10 നമുക്ക് കിട്ടീന്. പിന്നെ ലേശം കസ്റ്റാർഡ് പൗഡർ പാലിൽ കലക്കി വെച്ചാണ്. പിന്നെ ഒരു പാത്രത്തിൽ ലേശം പാലും വെച്ച് ഇങ്ങനെ ചൂടാക്കുകയാണ്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചാരയും 2-3 ഏലക്കായും ഇതിലേക്കാട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പഞ്ചാരൊക്കെ ഉരുകി പാലൊക്കെ ഒന്ന് കിട്ടി ചൂടായി കിട്ടി വരുമ്പം നമ്മൾ കസ്റ്റാർഡ് കലക്കിയ വെള്ളമല്ലേ അത് ഇതിലേക്കാട്ട് പറഞ്ഞ് കൊടുക്കണം കേട്ടോ. അതിപ്പോൾ പച്ചവെള്ളത്തിലൊന്നല്ല കലക്കി, അത് നമ്മൾ പാലിലാണ് കലക്കി വെച്ച് കേട്ടോ. അപ്പോൾ ഏലക്കായ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ പാലൊക്കെ തളം കിട്ടി വരാനാവുമ്പോഴാണ് നമ്മൾ ഈ കസ്റ്റാർഡ് കലക്കിയ വെള്ളം പാർന്ന് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം മക്കളെ, നമ്മളെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മടിച്ച് നിൽക്കരുത് കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് കൂടെ അറിയിക്കാനും മടിക്കണ്ട. അപ്പോൾ ഈ കസ്റ്റാർഡ് വെള്ളം ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ നല്ലോണം കൈ വിടാതെ ഇളക്കി കൊടുക്കണം. കാരണം ഇതിൽ അടിക്ക് പിടിക്കും വേഗം. അപ്പോൾ കങ്ങിയാൽ വേറൊരു ചൊയക്കാരും, അടി കങ്ങിയാൽ വേറെ ചൊയാണല്ലോ അല്ലേ. അപ്പോൾ അത് കങ്ങാതെക്കാൻ വേണ്ടിയിട്ട് വേഗം നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കട്ടോ. അപ്പോൾ ഇതിങ്ങനെ തള വരും കണ്ടോ, തിളക്കാൻ ഒരുങ്ങുന്നുണ്ട്. തള വരുമ്പോഴാണ് നമ്മൾ ആ ഉരുളകളില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉരുളകൾ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങോട്ട് പിന്നെ ആക്കും മൂക്കും ഇട്ടിട്ട് ഇളക്കിക്കാൻ പറ്റില്ല കേട്ടോ. ചിലപ്പം ഈ ഉരുളകൾ പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മെല്ലെ മെല്ലെ ഇളക്കിയായിട്ട് ഒന്ന് നല്ലോണം ഇങ്ങോട്ട് തള വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇളക്കുമ്പോൾ കരുതണം ഉരുളകൾ പൊട്ടരുത് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഏകദേശമൊക്കെ തള വന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല, നല്ലോണം തള വന്നതിന് നമ്മൾ ഗ്യാസ് ഓഫാക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് തണുക്കട്ടെ, ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് നല്ലോണം അങ്ങോട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പം ഞങ്ങൾ എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ. പിന്നെ കുറച്ച് മുന്തിരി അതിലേക്ക് ഇട്ട് കൊടുത്തു, ഉണക്കമുന്തിരി. ഇത് തിന്നുമ്പോൾ കടിച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണക്കമുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ.
അപ്പോൾ ഇപ്പം നമ്മൾ ഫ്ലെയിമൊക്കെ പിന്നെ ഓഫാക്കിന് ഒന്ന് ഇളക്കി കൊടുക്കണം ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ പാത്രത്തിലാക്കി നമ്മൾ തണുപ്പിച്ച് കൊണ്ടുവന്ന ഐറ്റാണ്. അപ്പം നമ്മൾ ഓരോ പാത്രത്തേക്ക് വിളമ്പി കൊടുക്കുക കേട്ടോ എല്ലാവർക്കും. ഇത് കാത്തു നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. എന്താണ് ഇതിൻ്റെ ഒരു രസം, ആ രസം കൊണ്ട് കാത്തു നിൽക്കുകയാണ്. നമ്മൾ പണ്ടൊരു ദിവസം ഉണ്ടാക്കിന് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഒന്നിപ്പോൾ ഉണ്ടാക്കിയപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളേൽ റവയും പാലും പഞ്ചാരയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടത്. അതൊക്കെ ഇല്ലാത്ത പേരുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളെ കമൻറ്റ് ബോക്സ് കൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓരോരോ പാത്രത്തേക്ക് ഇങ്ങനെ കോരി ഒഴിക്കുകയാണ്. 2 പാത്രത്തേക്ക് പിന്നെ കോരി ഒഴിക്കുകയാണ് ഇട്ടത്. അപ്പോൾ 2 പാത്രത്തിലും അതിന് നമുക്ക് ഓരോ സ്പൂണ് 2 പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. എന്നാൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കുടിച്ചും ചെയ്യാം. അതിന് വേണ്ടി സ്പൂൺ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ പുതിയ ഐറ്റം. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.